പിന്നെ മറ്റൊരു കാര്യം കൂടെ ഗണേഷ് കുമാർ പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഓഫീസിൽ വരുന്ന ജനങ്ങളോട് മര്യാദയില്ലാതെ പെരുമാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരിൽ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ അദ്ദേഹം പാലക്കാട് പോയപ്പോൾ അവിടുത്തെ ഒരു PRO സാധാരണ ജനങ്ങളോട് വളരെ മോശമായി പെരുമാറുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു PRO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അപ്പൊ അയാള് പബ്ലിക്കുമായി നിരന്തരം സമ്പർക്കം പുലർത്തേണ്ട ഒരു മനുഷ്യനാണെന്ന് ആലോചിക്കണം. എന്നിട്ട് അയാള് സാധാരണ ജനങ്ങളോട് വളരെ മോശമായി പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അദ്ദേഹത്തിന് പണിഷ്മെന്റ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ജനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ യജമാനന്മാരാണ്. കാരണം ജനങ്ങളിൽ നിന്നും പിരിക്കുന്ന ടാക്സ് ആണ് നമ്മുടെ ശമ്പളമായിട്ട് ലഭിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ പ്രതിനിധികളാണ് രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയക്കാർ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് അവരുടെ കഴിവനുസരിച്ച് വിവിധ ടെസ്റ്റുകൾക്ക് വിധേയമാക്കി ഇന്റർവ്യൂസ് ചെയ്തിട്ട് പല പല സ്ഥലങ്ങളിൽ നിയോഗിക്കുന്നത് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി പണം ശമ്പളമായിട്ട് കൈപ്പറ്റിയിട്ട് ജനങ്ങളോട് ഇത്രയും മോശമായി പെരുമാറുക എന്ന് പറയുന്നത് തീർച്ചയായും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. അതിനെതിരെ കർക്കശമായിട്ടുള്ള നടപടി എടുക്കുക തന്നെ വേണം. ഇത്തരത്തിൽ ഗണേശനെ പോലെ മറ്റുള്ള മന്ത്രിമാർക്കും ഒരു വെളിപാടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കേരളം, ഇന്ത്യ എന്നേ നന്നാകുമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? ശരിക്കും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ 5 വർഷത്തിന് ജനങ്ങൾ തിരഞ്ഞെടുത്ത് നിയമിക്കുന്ന ആളുകൾ മാത്രമാണ് രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ എന്ന് പറയുന്നത്. എന്നിട്ടും നമ്മളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾക്ക് ഇപ്പോഴും മന്ത്രിമാരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കണം. അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ നമുക്ക് കൈകൂപ്പി നിൽക്കണം. നമ്മളുടെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്നും നമുക്ക് ഓഫീസുകൾ എത്രയോ തവണ കയറിയിറങ്ങും.